നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് തെരഞ്ഞെടുത്തതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28 നടന്ന US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായത്. ഇറാനിലെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുജ്തബയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിൽ US-ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇറാൻ നേതാക്കൾ നടത്തിയ യോഗത്തിനിടെ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഇറാനിലെ പ്രമുഖ നേതാക്കൾ യോഗം ചേർന്ന ക്യൂമിലെ കെട്ടിടം വ്യോമാക്രമണത്തിൽ തകർത്തു എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. അമേരിക്കൻ ഇസ്രയേൽ സംയുക്താക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിൻഗാമിയെ നിശ്ചയിക്കാനായി അതീവ രഹസ്യമായ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇറാനിലെ മതനേതാക്കളും ഭരണകർത്താക്കളും ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയുടെ സുപ്രധാന കേന്ദ്രം ആക്രമണത്തിൽ തകർന്നുവെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ തകർത്തു എന്നവകാശപ്പെടുന്നത് പഴയ കെട്ടിടമാണെന്നും ഇവിടെയല്ല പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി യോഗം ചേരുന്നതെന്നും ഇറാൻ പ്രതികരിച്ചു. ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കെട്ടിടവും പൂർണ്ണമായും തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. അതീവ സുരക്ഷാ മേഖലയായ ഈ പരിസരത്ത് ഇസ്രയേൽ വ്യോമസേന നിരവധി മിസൈലുകളാണ് വർഷിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ടെഹ്റാനിലെ ഹൃദയഭാഗത്ത് ഉള്ള സൈനിക പരിശീലന കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളും ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ രൂപീകരിച്ച താൽക്കാലിക ഭരണസമിതിയെയും ഭരണകൂടത്തെയും പൂർണ്ണമായും നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നീക്കമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇതേസമയം ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ 56 വയസ്സാണ് രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പെർട്സ് തെരഞ്ഞെടുത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ ഇന്റർനാഷണലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയൊരു അധികാര പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഈ നിർണായക നീക്കം. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. മുജ്തബയ്ക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സംഘടനയാണ് മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് മുജ്തബ. ദീർഘകാലമായി ഇറാന്റെ അധികാര ഇടനാഴികളിൽ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ്. സൈന്യവുമായും IRGCയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന മുജ്തബ വർഷങ്ങളായി തന്റെ പിതാവിന്റെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നതായാണ് സൂചന. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ആണ് മുജ്തബയെ തെരഞ്ഞെടുത്തത് എന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. 88 അംഗ സമിതിയാണ് അസംബ്ലി ഓഫ് എക്സ്പെർട്സ്. ഇറാൻ ചരിത്രത്തിൽ ഈ പിൻഗാമിത്വം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറക്കും. പാരമ്പര്യമായി അധികാരം കൈമാറുന്ന രാജഭരണത്തെ ശക്തമായി എതിർക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഇപ്പോൾ ഒരു പിതാവിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുന്നത് ആന്തരികമായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി കൂടി വഹിക്കുന്ന മുജ്തബയുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെയുള്ള സൈനിക നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മേഖലയിലെ യുദ്ധം കൊടുമ്പിടി കൊണ്ടിരിക്കെ പുതിയ നേതാവിന്റെ പ്രഖ്യാപനം ഇറാന്റെ തിരിച്ചടികൾക്ക് മൂർച്ച കൂട്ടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം, രഹസ്യാന്വേഷണം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവ പരമോന്നത നേതാവിന് കീഴിലാണ്. ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം അധികാരമേറ്റെടുത്ത ആയത്തുള്ള റൂഹുള്ള ഖമേനിയായിരുന്നു ആദ്യ പരമോന്നത നേതാവ്. റൂഹുള്ള ഖമേനിയുടെ പിൻഗാമിയായാണ് 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായി ഇപ്പോൾ 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമേനി എത്തിയത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബാസിജ് അർദ്ധസൈനിക സേന എന്നിവയാണ് ഖമേനിയുടെ പ്രധാന ശക്തി. ഇതേസമയം ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം മഷാദിൽ വെച്ചാണ് നടക്കുന്നത്. ഇറാനിലെ പ്രധാന നഗരവും ഖമേനിയുടെ ജന്മസ്ഥലവുമാണ് മഷാദ്. ഖമേനിയുടെ പിതാവ്
ജവാദ് ഖമനേയിയെ മഷാദിലെ ഇമാം റസ പള്ളിയിലാണ് സംസ്കരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇവിടെ ആയിരിക്കാം ഖമനേയിയുടെയും സംസ്കാരം എന്നാണ് സൂചന. അതേസമയം സംസ്കാരം എന്നുണ്ടാകുമെന്നതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ആയത്തുള്ള അലി ഖമനേയിയുടെ ടെഹ്റാനിലെ വസതിക്ക് നേരെ ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും മരുമകളും മരുമകനും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഖമനേയിയുടെ ഭാര്യ മൻസൂറ ഖോജസ്തയും കഴിഞ്ഞ ദിവസം മരിച്ചു. പരമോന്നത നേതാവിന്റെ മിലിറ്ററി ബ്യൂറോ ചീഫ് മുഹമ്മദ് ഷിറാസി, രഹസ്യാന്വേഷണ വിഭാഗം തലവൻ സലാ അസാദി, നൂതന ആയുധ പദ്ധതിയുടെ തലവൻ ഹസൻ ജബൽ അമേലിയാൻ എന്നിവരെയും വധിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ആക്രമണം ആരംഭിച്ചതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമനേയിയെ വധിച്ചുവെന്ന് ഇസ്രയേലും അമേരിക്കയും വാദിച്ചു. ഖമനേയിയുടെ വധത്തിൽ ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 35 വർഷമായി ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമനേയി. പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികകാലം രാഷ്ട്രഭരണം നടത്തിയ രാഷ്ട്രത്തലവൻ കൂടിയാണ് അദ്ദേഹം. 1939-ലാണ് ആയത്തുള്ള അലി ഖമനേയി ജനിച്ചത്. ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ മഷാദിലായിരുന്നു ജനനം. ഖുമിലെ സെമിനാരിയിൽ നിന്ന് മതപഠനം നടത്തിയ ഖമനേയി ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടിയ അത്തരത്തിൽ ജനപ്രീതി നേടിയ നേതാവാണ്. ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖമേനി. ദീർഘകാലമായി ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിലെ കരുത്തുറ്റ സാന്നിധ്യം കൂടിയാണ് മുജ്തബ. 1969 സെപ്റ്റംബർ 8-നാണ് മുജ്തബയുടെ ജനനം. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. IRGC-യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹം രാജ്യത്തെ സുരക്ഷാ സൈനിക നീക്കങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതൽ സൈനിക കേന്ദ്രങ്ങളുമായി ഇദ്ദേഹം സജീവ ബന്ധമാണ് പുലർത്തുന്നത്. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണം രാജ്യത്ത് വലിയൊരു നേതൃത്വ ശൂന്യത സൃഷ്ടിച്ചിരുന്നു. മുജ്തബയുടെ നിയമനത്തോടെ ഇറാനിലെ പരമോന്നത അധികാരം വീണ്ടും ഖമേനി കുടുംബത്തിൽ തന്നെ നിലനിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം ടെഹ്റാൻ മുതൽ ദുബായ് വരെയും ഫ്രാങ്ക്ഫർട്ട് വരെയും നീളുന്ന ഒരു വലിയ സാമ്പത്തിക ശൃംഖലയാണ് മുജ്തബയ്ക്ക് പിന്നിലുള്ളതെന്ന് റിപ്പോർട്ട് അടുത്തിടെ പുറത്തുവന്നിരുന്നു. ലണ്ടനിലെ അതിസമ്പന്നർ താമസിക്കുന്ന ബില്യണയർ റോയിലെ കൊട്ടാര സദൃശമായ വീടുകൾ, യൂറോപ്പിലെ വമ്പൻ ഹോട്ടലുകൾ, ദുബായിലെ ആഡംബര വില്ലകൾ, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിക്ക് വിദേശ രാജ്യങ്ങളിൽ കോടികളുടെ ആസ്തിയുണ്ടെന്ന് ബ്ലൂംബർഗ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പേര് വെളിപ്പെടുത്താത്ത ഷെൽ കമ്പനികൾ വഴിയാണ് ഈ നിക്ഷേപങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ടെഹ്റാൻ മുതൽ ദുബായ് വരെയും ഫ്രാങ്ക്ഫർട്ട് വരെയും നീളുന്ന ഒരു വലിയ സാമ്പത്തിക ശൃംഖലയാണ് മുജ്തബയ്ക്ക് പിന്നിലുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. ഔദ്യോഗിക രേഖകളിൽ മുജ്തബയുടെ പേര് എവിടെയും കാണാനില്ലെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടന്ന വമ്പൻ ഇടപാടുകൾക്ക് പിന്നിൽ ഇദ്ദേഹമാണെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തി. 2019-ൽ അമേരിക്ക ഇദ്ദേഹത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിലെ എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം UK, സ്വിറ്റ്സർലൻഡ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ ബാങ്കുകൾ വഴിയാണ് നിക്ഷേപങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ലണ്ടനിലെ ഒരു വസ്തു മാത്രം 2014-ൽ 33.7 ദശലക്ഷം യൂറോയ്ക്കാണ് വാങ്ങിയത്. ഈ ആസ്തികളെല്ലാം അലി അൻസാരി എന്ന ഇറാനിയൻ ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ടതാണ്. അഴിമതിക്കാരനായ ബാങ്കർ എന്ന് വിശേഷിപ്പിച്ച് അലി അൻസാരിക്കെതിരെ കഴിഞ്ഞ വർഷം UK ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡിന് സാമ്പത്തിക സഹായം നൽകുന്നത് അൻസാരിയാണെന്നാണ് ആരോപണം. എന്നാൽ മുജ്തബ ഖമേനിയുമായി തനിക്ക് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ യാതൊരു ബന്ധവുമില്ലെന്ന് അൻസാരി പ്രതികരിച്ചു. ഇതേസമയം ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഖമേനിയെയും കുടുംബത്തെയും അതീവ ലളിതമായി ജീവിക്കുന്നവരാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസത്തിന്റെയും വിപ്ലവ മൂല്യങ്ങളുടെയും ഭാഗമായി പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നവരാണെന്ന പ്രതിച്ഛായയാണ് ഇവർക്കുള്ളത്. എന്നാൽ പുറത്തുവരുന്ന ഈ വാർത്തകൾ ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമാണ്. വിദേശത്തുള്ള ഈ ആഡംബര സൗകര്യങ്ങൾ കുടുംബം ഉപയോഗിക്കുന്നതിന് നേരിട്ടുള്ള തെളിവുകളില്ലെങ്കിലും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വൻ സമ്പത്ത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.